ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കുന്നത് 2 സിപ്പപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഇളനീര് വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടായിനി, കുറച്ച് മുന്തിരി വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഇല്ലേ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മുന്തിരി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വിസിലടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ പഞ്ചസാരയും ചേർത്തിട്ടാണ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇളനീര് എടുത്തിട്ട് ഇളനീർ വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസായിട്ട് അടിച്ചെടുക്കുകയാണ്. അതിലേക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണ. ഫസ്റ്റ് തന്നെ ഇങ്ങനെ അരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അത് അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഇളനീർ വെള്ളം തന്നെയാണ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് അതൊന്ന് അടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഐസ് തണുപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല മധുരം ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ അത് തണുത്ത് വരുമ്പോൾ മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് പിന്നെ വാനില എസൻസും കുറച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ നമ്മൾ മുന്തിരി എല്ലാം വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മാറ്റി വെക്കുകയാണേ. പഞ്ചസാരക്ക് പകരം വേണവർക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പഞ്ചസാര തന്നെയാണ് ചേർത്തിട്ടുണ്ടായിന്. ഇനി ഇതിങ്ങനെ ഐസിൻ്റെ കവറിലാക്കി വെക്കുകയാണ്. അതിങ്ങനെ മെഴുകുതിരി വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. അങ്ങനെ മൊത്തം അങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. സിപ്പപ്പ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാനായിട്ട്. ഇളനീർ കൊണ്ട് ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇത് നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം പോലെ തന്നെ ആയിരുന്നു കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. ഇനി മുന്തിരി ഞാനൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് അരിച്ചെടുക്കുക, പഞ്ചസാരയും കൂടി ചേർത്ത് അടിക്കുക, അത്രേ ഉള്ളൂ. അത് പിന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് വേറെ ഒന്നും അതിലേക്ക് ചേർത്തിട്ടില്ല. അതങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അത് കേട്ടോ. ഇങ്ങനെ മുന്തിരി വേവിച്ചതുകൊണ്ടായിരിക്കും കേട്ടോ. ആദ്യമൊക്കെ ഞാനിങ്ങനെ ഐസ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വേവിക്കലൊന്നുമില്ലേനു, പച്ചയിൽ തന്നെ അരച്ചിട്ട് ഇങ്ങനെ ചെയ്യലുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ കുടിക്കുമ്പോൾ ഒരു ചൊറിച്ചിൽ പോലെ അനുഭവപ്പെടാറുണ്ടായിരുന്നു. ചൊറിച്ചിലല്ല, നാവിനൊരു ഇതായിരുന്നു. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് സംഭവമേ തോന്നിയിട്ടില്ല. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. മുന്തിരി ഐസൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും വേവിച്ചിട്ട് തന്നെ ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്. അങ്ങനെ മൊത്തമായിട്ട് സിപ്പപ്പ് ഞാനിങ്ങനെ ഒട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മക്കളൊക്കെ കൂടി തരുന്നുണ്ട്. ഒറ്റക്കാവുമ്പോൾ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി കൂടിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിന്. അടിപൊളിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ. അങ്ങനെ അത് മൊത്തം നല്ല എന്താ പറയുക, ഈ ഇളനീരിൻ്റെ ഐസ് കേട്ടോ, അടിപൊളി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിന്. അതിങ്ങനെ ക്രീമി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇളനീരൊക്കെ എപ്പോഴും കിട്ടുന്ന സംഭവമല്ലേ. അതൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ തന്നെ നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ. അങ്ങനെ പിന്നെ എല്ലാം ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.